തൈകളൊക്കെ ഒന്ന് ഞാൻ മാറ്റി നട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും നോക്കിയ ഇലകളിൽ ആരാ വന്നിരിക്കുന്നതെന്ന്. പംകിൻ ബീറ്റിൽ അഥവാ മത്തങ്ങ വണ്ട്. കുറച്ച് തൈകളുടെ ഇലകളൊക്കെ കടിച്ചു നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പംകിൻ ബീറ്റിലിനെ തുരത്താൻ വേണ്ടി ഞാൻ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിനെ തുരത്താൻ നമുക്ക് നീം ഓയിൽ സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഞാൻ എപ്പോഴും ചെയ്തു കൊടുക്കാറ് വേറൊരു സംഭവമാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഈ ഒരു പൊടിയാണ് യൂസ് ചെയ്യാറ്. ഈ പൊടി എന്താണെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാമേ. 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായി ഷേക്ക് ചെയ്ത് ചെടികളുടെ ഇലകളിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചെടിയുടെ തണ്ടിൽ വീണാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് നമുക്കോ ചെടികൾക്കോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതല്ല. വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. പംകിൻ ബീറ്റിൽസിനെ കൊണ്ട് എനിക്ക് ഒരുപാട് ശല്യം ഉണ്ടായിട്ടുണ്ട് ഇതിന് മുൻപൊക്കെ. കഴിഞ്ഞ വർഷം മുതലാണ് കേട്ടോ ഞാൻ ഈ സ്പ്രേ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതേ പിന്നെ നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യവും ഞാനിത് യൂസ് ചെയ്യുവാണ്. ഈ ഒരു പൗഡർ നിങ്ങളിൽ ചിലരെങ്കിലും ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിനു മുൻപ് യൂസ് ചെയ്തിരിക്കാം. പക്ഷേ ചെടികളിൽ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഈ ഒരു സ്പ്രേ ഇന്ന് ഞാൻ രാവിലെയാണ് കേട്ടോ അടിച്ചു കൊടുത്തത്. ഉച്ചയായപ്പോഴേക്ക് നോക്കിയേ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ പംകിൻ ബീറ്റിൽസ് വന്നിരിക്കില്ല കേട്ടോ, ഉറപ്പാണ്. ആർക്കെങ്കിലും മനസ്സിലായോ ഇതെന്താ സാധനമെന്ന്? മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. വേറൊന്നുമല്ല, കെയോലിൻ ക്ലേ അഥവാ ചൈന ക്ലേ ആണ് കേട്ടോ. ഫോറിനേഴ്സിന്റെ യൂട്യൂബ് ചാനൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് കെയോലിൻ സ്പ്രേ അടിക്കുന്നത്. അത് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചു ഉപയോഗിച്ചതാണ് കേട്ടോ. നിങ്ങളിത് നിങ്ങളുടെ ഫേസിലും സ്കിന്നിലും ഒക്കെ ആയിരിക്കാം യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ചെടികൾക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, നൈക്ക, പർപ്പിൾ അങ്ങനെ എല്ലാ ആപ്സിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.